ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വിഷു സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗായിട്ടാണ്. നല്ല അടിപൊളി വൈബായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട്. അതായത് നമ്മുടെ അക്കാഡമി ടീച്ചേഴ്സ് ആൻഡ് ഓൾ സ്റ്റുഡൻറ്റ് എല്ലാവരും കൂടെ നല്ലൊരു സെലിബ്രേഷൻ വിഷു സെലിബ്രേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് വിഷുക്കണിയും വിഷുക്കൈനീട്ടവും അതുപോലെ തന്നെ നല്ല അടിപൊളി സദ്യയും പൂത്തിരിയും ഒക്കെ ആയിട്ട് നല്ലൊരു വൈബായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താ നോക്കാതെ മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ. നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ സദ്യയ്ക്ക് ഒരു ഐറ്റംസ് ഞാനും കൊണ്ടുവന്ന് കരുതി. അതായത് ബീട്രൂട്ട് പച്ചടി ആട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ഉപ്പൊക്കെ ഇട്ട് ഇപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നന്നായി കുക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് തേങ്ങ കൂട്ടൊഴിച്ച് കൊടുക്കാം. തേങ്ങയും ഇഞ്ചിയും പച്ചമുളകും ചെറിയ ജീരകവും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ചതച്ചിട്ട് അത് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കി എടുക്കുക. ശേഷം നമുക്ക് ചൂടാറിയതിന് ശേഷം നല്ല അധികം പുളിയില്ലാത്ത തൈര് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അത് പിന്നെ എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയാണ്. മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ സാധാരണ പോലെ തന്നെ വറ്റൽമുളക് കടുകൊക്കെ ഇട്ട് വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഞാൻ സദ്യക്ക് ഒരു കൂട്ട് ഞാൻ കൊണ്ടുവന്ന് കേട്ടോ. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നല്ലൊരു വാഴയിലിട്ട് പൊതിഞ്ഞ് സെറ്റാക്കിയിട്ട് കൊണ്ടുപോകാം. അപ്പോൾ രാവിലെ 10 മണിയാകുമ്പോഴേക്കും അവിടെ എത്താനായിട്ടുണ്ടായിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെ നമ്മൾ പച്ചടിയൊക്കെ ആയിട്ട് പോയി ഒരു 9:30 ആയപ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ആൾക്കാരൊക്കെ എത്തി, ഇനിയും കുറച്ച് ആൾക്കാരൊക്കെ വരാനുണ്ട്. അപ്പോൾ 10 മണിയൊക്കെ ആയപ്പോഴേക്കും എല്ലാവരും വന്നു തുടങ്ങിയിട്ട്. അങ്ങനെ എല്ലാ വർഷവും ചെയ്യുന്ന പോലെ തന്നെ പതിവ് തെറ്റിക്കാതെ നമ്മുടെ വിഷുക്കണിയൊക്കെ കൊന്നപ്പൂവൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വിഷുക്കണിയൊക്കെ ഒരുക്കി പിന്നെ കാണുന്ന സീൻ എന്താണെന്ന് വെച്ചാൽ മിസ് ഞങ്ങളെല്ലാവരെയും ഓരോരുത്തരായിട്ട് വിഷുക്കണി കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന സീനാട്ടോ കാണുന്നത്. അത് കഴിഞ്ഞു മിസ്സിൻ്റെ കയ്യിൽ നിന്ന് എല്ലാവർക്കും കൈനീട്ടവും കിട്ടിയിട്ടാണ്. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ ഒരു സെലിബ്രേഷനിൽ കൂടുന്നത് തന്നെ. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ അക്കാഡമിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെലിബ്രേഷൻസ് മാത്രമൊന്നുമല്ല കേട്ടോ. എല്ലാ വർഷവും ജാതി മതഭേദമന്യേ എല്ലാ സെലിബ്രേഷൻസും നടത്താറുണ്ട്. അതായത് നമ്മുടെ ഈദ്, ഇഫ്താർ, പിന്നെ ഓണം, അങ്ങനെ എല്ലാതും അവർ മുടങ്ങാതെ നടത്താറുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് പേര് പടക്കം എറിഞ്ഞ് മറ്റുള്ളവർ പഠിപ്പിക്കാനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ.
ഇടയ്ക്ക് ഇവിടെ ഓരോരുത്തർ വന്നിട്ട് പായസമൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സീനാണ് കാണുന്നത്. എൻ്റെ കൂടെ ചെയ്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് കൈനീട്ടം കിട്ടിയ ആവശ്യത്തിൽ ഞാൻ നിൽക്കുമായിരുന്നു കേട്ടോ. മിസ്സിൻ്റെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങിച്ചു. അപ്പോൾ ഇവിടുത്തെ ഈ കാണുന്നത് അവിടുത്തെ പ്രിൻസിപ്പളാട്ടോ, ഫാത്തിമ മിസ് എന്ന് പറയും. അപ്പോൾ മിസ് ഇങ്ങനെ ചോദിക്കണം, നിനക്ക് കൈനീട്ടമൊക്കെ കിട്ടിയല്ലോ, ഹാപ്പി ആയില്ലേ എന്നൊക്കെ അപ്പോൾ ചോദിക്കുക കേട്ടോ. അവനത് കിട്ടിയ ആവേശത്തിൽ അങ്ങനെ നടക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എല്ലാവരും വിഷുക്കണിയൊക്കെ കണ്ടു. ശേഷം ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് എല്ലാവരും കൂടെ ഫോട്ടോസോ കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. ഒരു 12 മണി 12:30 ആയപ്പോഴേക്കും നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് റെഡി ആയിട്ടോ. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു, എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങി. പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഐറ്റംസും നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഹോംമെയ്ഡ് ആക്കിയിട്ട് കൊണ്ടുവന്നായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല.
അമ്മയ്ക്ക് വേണ്ട ഞാനൊരു ഫ്ലോല് അറിയില്ല പപ്പടം പറ്റില്ല. പപ്പടം പറ്റില്ല. ആ വെള്ളം മാറ്റി വെച്ചാ ഒന്നും പറയാനില്ല കേട്ടോ. നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. പിന്നെ ഞാൻ കുറച്ച് അധികമായി സദ്യയൊക്കെ കഴിച്ചിട്ട് കുറച്ച് മുമ്പ് പുറത്തുനിന്നൊക്കെ കഴിച്ചതാണ്. ഇപ്പോൾ അടുത്തൊന്നും കഴിച്ചിട്ടില്ല. നല്ല അടിപൊളി സദ്യയായിരുന്നു, ഒന്നും പറയാനില്ല.
പിന്നെ വിഷുവിനുള്ള പ്രധാനപ്പെട്ട ഒരു സംഭവമാണല്ലോ പടക്കം പൊട്ടിക്കുക, പൂത്തിരി എത്തിക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിലൊന്നും ഒട്ടും കുറവ് വരുത്തിയിട്ടില്ല. അപ്പോൾ ഒരുപാട് ഐറ്റംസുകൾ അവിടെ ഓരോരുത്തർ കൊടുന്ന് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അവിടുത്തെ സ്റ്റുഡൻസ്. അപ്പോൾ അവർ അത് എടുക്കാൻ വേണ്ടി കുട്ടികളൊക്കെ ഇങ്ങനെ ബഹളം വെക്കുമായിരുന്നു, പൂത്തിരി എത്തിക്കണം, പടക്കം പൊട്ടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരിതിങ്ങനെ അവർക്ക് എടുത്തു കൊടുക്കുക കേട്ടോ. മുതലായില്ലേ പൂത്തിരി പടക്കം വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ ആകെ പുകയായിരുന്നു കേട്ടോ. പിന്നെ കുട്ടികളെക്കാളും ആവേശം വലിയവർക്ക് എന്നാണെങ്കിൽ പറയാം. അമ്മ അതൊരു സീനായിരുന്നു. സമാധാനം തരും. ഒരുപാട് മൂട്ടുകൊണ്ടേ ആ കുട്ടികളാ പോകിയത് അല്ലേ അപ്പോൾ ഫൈനലി കലാശക്കെട്ട് പൂത്തിരിയും പടക്കൊക്കെ ആയിട്ട് അങ്ങനെ പോയി. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ വിഷു സെലിബ്രേഷൻ്റെ ഈ കുഞ്ഞു വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് നല്ലൊരു വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം.
നമുക്ക് വോട്ടുണ്ടാക്കി